പൂക്കളം എല്ലായിടത്തും വട്ടത്തിലാവും കണ്ടിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ സ്ക്വയറായിട്ടാണ് ഇട്ടത്. ഇനി ഇത് ഇവിടെ നമ്മുടെ ഓണപ്പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മീര ആഷ്ലി പപ്പടം വറുത്തുകൊണ്ടിരിക്കുന്നു. പൊള്ളിയിട്ടില്ലല്ലോടി അത് ശരിക്കും. പപ്പടം അവള് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി അവളാണ് ചെയ്തത്. മീരയ്ക്ക് അറിയില്ല മീര എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇത്. അതെ, ഓക്കെ. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വെറുതെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അവരൊക്കെ മലയാളി മംഗന്മാരൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അയ്യടാ, ഒരു പൊന്നുമോ വരുന്നത് നോക്ക്. വലിയ മലപ്പുറം കത്തിങ്കോറില്ലയുടെ അമ്പമില്ലെന്ന് പറയാൻ എന്നെ രാവിലെ കളിയാക്കി പോയതാ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായി താഴെ ഇറങ്ങി. എപ്പോഴും ഈ ഫോണും കൈ പിടിച്ചാണ്. അനക്കറിയില്ലപ്പാ. അതെ, പപ്പടം, ബാക്കിയുള്ള സാധനങ്ങൾ, പായസം, എല്ലാവിധ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഷ്ലി ഒരാൾക്ക് രണ്ടല്ല വെച്ചിട്ടുണ്ടല്ലേ. അതന്നെ കുഴപ്പമില്ല. അതെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താണ് അത് ശരിയാണല്ലോ. അപ്പോൾ അതെ, ഊണുമേശ മാറ്റിയിട്ട് നമ്മൾ താഴ്ത്തിരിക്കാനുള്ള പരിപാടി. ഇവിടെ ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ മറ്റേ ഊണുമേശ മാറ്റി താഴ്ത്തിക്കാക്കി ഇലയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മലയാളി മംഗന്മാർ തുടങ്ങിക്കോളൂ. ആദ്യം മലയാളി മങ്കിമാർ തുടങ്ങിക്കോളൂ. ആദ്യത്തെ മങ്കി, രണ്ടാമത്തെ മങ്കി, മൂന്നാമത്തെ മങ്കി. ഉപ്പ് ചോറ്. പിന്നെ ഹൈലൈറ്റ് ഏത്തപ്പഴം. പ്രിയപ്പെട്ട മനസുഹൃത്തുക്കളെ, ഈ സന്തോഷത്തിനിടയിൽ ഏത്തപ്പഴത്തിനകത്ത് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. കുക്കറിന് ചീറ്റി ഞങ്ങൾ തിരിച്ചറിഞ്ഞു, കരിഞ്ഞു പോയി ഏത്തപ്പഴം. പക്ഷെ ഏത്തപ്പഴം ഒരു പോരാളിയാണ്, അതുകൊണ്ട് എല്ലാ സാധനവും ഇട്ടായിരുന്നുള്ളൂ. പക്ഷെ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അങ്ങനെ അത് അങ്ങ് അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ റിജു ചേട്ടൻ ചോറ് വിളമ്പാൻ പോവുകയാണ് എല്ലാവർക്കും. ഒരു പല ചോറുമായിട്ടുമാണ് റിജു ചേട്ടൻ തുടങ്ങിയിരിക്കുന്നത്.
അങ്ങനെ ഞങ്ങളെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നു. സോറി നല്ലതാണ്. എന്നാടി എന്താ പറഞ്ഞ? ഞാൻ ഇച്ചിരി ബിസി കുറച്ചായിട്ട് കാണാം. അവൻ പറഞ്ഞു നല്ലതാണ്.